പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിലൂടെയാണ് കനത്ത തിരിച്ചടി നൽകിയിരിക്കുന്നത്. ഇതിനു പിന്നാലെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും പ്രകോപനം തുടരുകയും ചെയ്യുന്നുണ്ട്. ഇത് യുദ്ധസമാനമായ സാഹചര്യങ്ങളിലേക്കാണോ വഴിവെക്കുന്നതെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഇന്ത്യ പാക് യുദ്ധമുണ്ടായാൽ എന്താകും സംഭവിക്കുക? ഇന്ത്യയോട് എതിർത്തു നിൽക്കുവാൻ പാകിസ്ഥാന് സാധിക്കുമോ? അത്തരത്തിൽ ഒരു സാഹചര്യമുണ്ടായാൽ പാകിസ്ഥാന് 4 ദിവസത്തിൽ കൂടുതൽ പൊരുതാൻ കഴിയില്ലെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അതായത് പാകിസ്ഥാൻ സൈന്യം ഗുരുതരമായ പീരങ്കി അഥവാ ആർട്ടിലറി വെടിക്കോപ്പുകളുടെ ക്ഷാമം നേരിടുന്നതായാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉയർന്ന തീവ്രതയുള്ള ഒരു സംഘർഷമുണ്ടായാൽ പാകിസ്ഥാന് കേവലം 4 ദിവസം, അതായത് ഏകദേശം 86 മണിക്കൂർ നേരത്തേക്ക് മാത്രമേ പിടിച്ചു നിൽക്കുവാൻ സാധിക്കുകയുള്ളൂ. അതിനാവശ്യമായ വെടിക്കോപ്പുകളാണ് അവരുടെ കൈവശം നിലവിലുള്ളതെന്നാണ് സൂചന. പാകിസ്ഥാനിലെ ഈ ഗുരുതരമായ ക്ഷാമത്തിനു കാരണം യുക്രൈനുമായി പാകിസ്ഥാൻ അടുത്തിടെ നടത്തിയ ഒരു ആയുധ ഇടപാടാണെന്നാണ് പറയപ്പെടുന്നത്. ഈ കരാർ പ്രകാരം പാകിസ്ഥാന്റെ കൈവശമുണ്ടായിരുന്ന നിർണായകമായ പീരങ്കി വെടിക്കോപ്പുകൾ യുക്രൈനിലേക്ക് അയച്ചതാണ് സ്വന്തം ശേഖരത്തിൽ തിരിച്ചടിക്ക് കാരണമായതെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. മാത്രമല്ല, പാകിസ്ഥാന്റെ ഓർഡിനൻസ് ഫാക്ടറികൾ വർദ്ധിച്ചുവരുന്ന ആഗോള ആവശ്യം നിറവേറ്റുന്നതിൽ പരാജയപ്പെടുന്നതായും സൂചനകൾ ലഭ്യമാകുന്നുണ്ട്. പഴകിയ ഉൽപാദന സൗകര്യങ്ങളും അസംസ്കൃത വസ്തുക്കൾ ലഭ്യമല്ലാത്തതും വിതരണത്തെ സാരമായി ബാധിച്ചിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ. ഇന്ത്യയുടെ വലിയ സൈനിക ശക്തി നേരിടാൻ പീരങ്കികളും ടാങ്കുകളും ഉപയോഗിച്ചുള്ള സൈനിക തന്ത്രമാകും പാകിസ്ഥാൻ ആശ്രയിക്കുക. എന്നാൽ M109 ഹോവിസ്റ്ററുകൾക്ക് ആവശ്യമായ 155 mm ഷെല്ലുകളോ BM-21 ലോഞ്ചറുകൾക്ക് ആവശ്യമായ 122 mm റോക്കറ്റുകളോ ഇല്ലാത്തത് ഇന്ത്യൻ ആക്രമണത്തെ പ്രതിരോധിക്കാൻ പാകിസ്ഥാന് വലിയ വെല്ലുവിളി ഉയർത്തും. വെടിമരുന്ന് ക്ഷാമം പീരങ്കി കവചിത സേനാ വിഭാഗങ്ങളെ അമിതമായി ആശ്രയിക്കുന്ന പാകിസ്ഥാന്റെ സൈനിക ശേഷിയെ ദുർബലപ്പെടുത്തുകയും ഇന്ത്യൻ ആക്രമണത്തിനെതിരെയുള്ള പ്രതിരോധ ശേഷിയെ ബാധിക്കുകയും ചെയ്യും. നിർണായകമായ വെടിക്കോപ്പുകളുടെ അഭാവം കാരണം പാകിസ്ഥാൻ സൈനിക ഉദ്യോഗസ്ഥർ ഈ സാഹചര്യത്തിൽ ആശങ്കയിലാണെന്നാണ് സൂചന. മെയ് 2 നടന്ന സ്പെഷ്യൽ കോപ്സ് കമാൻഡർമാരുടെ ഉന്നതതല സമ്മേളനത്തിലും ഈ വിഷയം ഗൗരവമായി ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. നേരത്തെ പാകിസ്ഥാൻ മുൻ കരസേനാ മേധാവി ജനറൽ ഖമർ ജാവേദ് ബജ്വയും രാജ്യത്തിന്റെ ഈ പരിമിതികളെക്കുറിച്ച് വ്യക്തമാക്കിയിരുന്നു. ഇന്ത്യയുമായി ദീർഘകാലം പോരാടാൻ രാജ്യത്തിന് ആയുധശേഷിയോ സാമ്പത്തിക ശേഷിയോ ഇല്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. എന്നാൽ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയോട് ചേർന്ന് പാകിസ്ഥാൻ വെടിക്കോപ്പ് സംഭരണശാലകൾ സ്ഥാപിച്ചിട്ടുണ്ടെന്നും ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇതൊരു പക്ഷേ ഭാവിയിലെ സംഘർഷത്തിനായുള്ള മുന്നൊരുക്കമാകാമെന്നാണ് കണക്കുകൂട്ടൽ. മുൻകാല സൈനിക നീക്കങ്ങളും പാകിസ്ഥാന്റെ വെടിക്കോപ്പ് ശേഖരം കുറയ്ക്കാൻ കാരണമായിട്ടുണ്ട്. മാത്രമല്ല, ഉയർന്ന പണപ്പെരുപ്പം, വർദ്ധിച്ചുവരുന്ന കടം, ദുർബലമായ വിദേശ നാണ്യ കരുതൽ ശേഖരം എന്നിവയെല്ലാം പാകിസ്ഥാന്റെ സൈനിക തയ്യാറെടുപ്പുകൾക്ക് വലിയ വെല്ലുവിളിയാണ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.